ദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഡൽഹിയിൽ വായുമലിനീകരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. വായുമലിനീകരണത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഡൽഹി നഗരം. ഡൽഹി NCR മേഖലയിലെ AQI 400 കടന്ന് 421. ചാറ്റൽ മഴ ലഭിച്ചെങ്കിലും തുടർച്ചയായ രണ്ടാം ദിവസവും ഡൽഹിയിലെ വായു നിലവാരം 400 കടന്നിരിക്കുക. വായുമലിനീകരണത്തിന് പിന്നാലെ മൂടൽമഞ്ഞും വർദ്ധിക്കുന്നതിനാൽ കർശന നിയന്ത്രണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. രാജേഷ്, നിരവധി നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വായുമലിനീകരണത്തിലാകെ വലഞ്ഞിരിക്കുകയാണ് ഡൽഹി നിവാസികൾ, അല്ലേ? അതെ, കാളിദാസ് പറഞ്ഞ പോലെ തന്നെ ഈ വായുമലിനീകരണം കൊണ്ട് ഡൽഹി നഗരം ഒരു മുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഡൽഹി നഗരത്തിലെ വായുമലിനീകരണം ഒരു 3 ദിവസമായി കണ്ടിന്യൂ ആയിട്ട് 400-ന് മുകളിലാണ്. ഇതൊരു ദേശീയ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രകാരം ഒരു ശരാശരിക്ക് എത്രയോ അപകടം പിടിച്ച സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രകാരം 101 മുതൽ 200 വരെയാണ് യഥാർത്ഥത്തിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പറയുന്നത്. എന്നാൽ 400, 3 ദിവസമായി 400 എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ ആ ഡൽഹി നഗരത്തിലെ അപകടം എത്രമാത്രം, ആ തോത് എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കും. നമുക്ക് നോക്കിയാൽ കാണാം, ഡിസംബർ 16-നായിരുന്നു ഡൽഹി നഗരത്തിലെ വായുമലിനീകരണം ആദ്യമായി ഒരു അപകടം പിടിച്ച സാഹചര്യത്തിലേക്ക് ഉയർന്നത്. അന്ന് 257 ആയിരുന്നു ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പറയുന്നത്. എന്നാൽ വീണ്ടും കൂടി ശനിയാഴ്ച ആയപ്പോഴും അത് 395 കൂടി. ശരാശരിക്ക് എത്രയോ മുകളിലായി. പിന്നീട് അത് ഞായറാഴ്ച 409 ആയിരുന്നു എയർ ക്വാളിറ്റി ഇൻഡെക്സ് പറയുന്നത്. പിന്നീട് തിങ്കളാഴ്ചയിലേക്ക് വന്നപ്പോൾ 201, എന്നാൽ ചൊവ്വാഴ്ച രാവിലെയോടെ 421 അപകടം പിടിച്ച സാഹചര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഗതിയിലേക്കാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ വായുമലിനീകരണത്തിന് പുറമെ ഈ ഡൽഹി നഗരത്തെ ഒരു വലയ്ക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മൂടൽമഞ്ഞ് ജനജീവിതത്തെ അത്രമാത്രം ബാധിക്കുന്നില്ലെങ്കിലും ഈ വായുമലിനീകരണമാണ് നഗരത്തിലെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു കാരണമായി തീരുന്നത്. അതുപോലെ തന്നെ ഇതിന് മുന്നോടിയായി സർക്കാർ പല മുന്നൊരുക്കങ്ങളും, ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാർ പല മുന്നൊരുക്കങ്ങളും രൂപീകരിക്കുന്നുണ്ട്. മോശമായ അന്തരീക്ഷത്തിൻ്റെ വെളിച്ചത്തിൽ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ ഒരു പ്രതികൂല കാലാവസ്ഥ മുൻനിർത്തി ഡിസംബർ 16 മുതൽ ഡൽഹി ഗ്രേഡഡ് റെസ്പോൺസിബിൾ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പ്ലാൻ അനുസരിച്ച് ഈ ഡൽഹി നഗരത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ചില നിയന്ത്രണങ്ങളും കർശന മുന്നൊരുക്കങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറഞ്ഞത് വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, തൊഴിൽ മേഖല എന്നിവയിൽ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ക്ലാസ് റൂം ഒരു ഓൺലൈൻ പഠിത്തത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ക്ലാസ് എല്ലാം ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് മാറ്റിയാണ് സർക്കാർ ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഹൈബ്രിഡ് ക്ലാസ് റൂം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന മലിനീകരണം കുട്ടികൾ പഠിക്കുന്ന റൂമിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ എത്താത്ത രീതിയിലുള്ളൊരു ഹൈബ്രിഡ് മോഡലാണ് ഈ ക്ലാസ് സർക്കാർ മുന്നോട്ട് വെച്ചൊരു ഉപാധി. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ പരിധി, ഇതെല്ലാം നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ എല്ലാം പ്രമാണിച്ച് പടക്കം പൊട്ടിക്കുന്നതും മറ്റ് വായു മലിനീകരണമാകുന്ന ആഘോഷങ്ങൾക്ക് ഒരു കർശന നിയന്ത്രണങ്ങളും സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാർ, നമുക്കറിയാം, മുംബൈയെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു നഗരമാണ് ഡൽഹി. ഇതിന് മുന്നോടിയായി സർക്കാർ തെരുവോരങ്ങളിൽ താമസിക്കുന്ന ഒട്ടേറെ പേരെ സർക്കാർ ഒരുക്കിയിട്ടുള്ള ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ മുന്നൊരുക്കങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി കൂടുതൽ മുന്നൊരുക്കങ്ങളാണ് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാളിദാസ്. ശരി രാജേഷ്.